ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ടോക്സ്. 2025 അവസാനിച്ച് 2026 നമ്മൾ എത്തി. അപ്പോൾ ഈ 2026 എൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവർക്കും ഈ വർഷം നല്ലത് തന്നെ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് 1988 ജൂലൈ 8-ാം തീയതി നമ്മുടെ കേരളത്തെ നടുക്കിയ ഒരു ട്രെയിൻ അപകടം നമ്മുടെ കൊല്ലം ജില്ലയില് പെരുമൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ഐലൻഡ് എക്സ്പ്രസ് അഷ്ടമുടി കായലിലേക്ക് പതിക്കുകയും പെരുമൺ പാലത്തിൽ നിന്ന് അഷ്ടമുടി കായലിലേക്ക് പതിക്കുകയും 105ഓളം പേര് മരണപ്പെടുകയും 200ഓളം പേർക്ക് ആ അപകടത്തിൽ പരിക്കേൽക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നത് ഈ ദുരന്തത്തിൽ നമ്മുടെ കായിക ലോകത്തിന് ഉണ്ടായ ഒരു തീരാ നഷ്ടത്തെ പറ്റിയാണ്. രഞ്ജിത്ത് കാൻവിൽക്കർ എന്ന ഒരു ക്രിക്കറ്റ് പ്ലെയർ അന്ന് ഈ അപകടത്തിൽ ഈ 105 പേര് മരണപ്പെട്ട ഈ അപകടത്തിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു. കർണാടകയ്ക്ക് വേണ്ടിയിട്ട് രഞ്ജി ട്രോഫി കളിച്ചുകൊണ്ടിരുന്ന രഞ്ജിത്ത് കാൻവിൽക്കർ അദ്ദേഹത്തിന്റെ കാമുകിയെ കാണുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലേക്ക് വരികയായിരുന്നു. ഈ യാത്രക്കിടയിലാണ് ഐലൻഡ് എക്സ്പ്രസ് അഷ്ടമുടി കായലിലേക്ക് പതിച്ചപ്പോൾ അദ്ദേഹവും ആ അപകടത്തിൽ പെട്ടതും മരണപ്പെട്ടതും. അപ്പൊ ഈ രഞ്ജിത്ത് കാൻവിൽക്കറിന്റെ ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. 1960 ഓഗസ്റ്റ് 30-ാം തീയതി മഹാരാഷ്ട്രയിലെ അകോള എന്ന് പറയുന്ന സ്ഥലത്താണ് രഞ്ജിത്ത് കാൻവിൽക്കർ ജനിക്കുന്നത്. 1980 അദ്ദേഹം റെയിൽവേസിന് വേണ്ടിയിട്ട് രഞ്ജി ട്രോഫിയിൽ അരങ്ങേറ്റം കുറിച്ചു. 1980 മുതൽ 84 വരെ 4 വർഷം അദ്ദേഹം റെയിൽവേസിന് വേണ്ടിയിട്ട് രഞ്ജി ട്രോഫി കളിച്ചു. ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള അദ്ദേഹം റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാനും അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് മീഡിയം പേസ് ബോളറുമായിരുന്നു. തന്റെ ഓൾറൗണ്ട് മികവ് കൊണ്ട് ഏറെ ശ്രദ്ധ നേടിയ രഞ്ജിത്ത് കാൻവിൽക്കർ തന്റെ ക്രിക്കറ്റ് കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ അവസരങ്ങൾ തനിക്ക് ലഭിക്കുന്നതിനും വേണ്ടിയിട്ട് 1985 കർണാടകയിലേക്ക് മാറി. അപ്പൊ കർണാടക രഞ്ജി ട്രോഫി ടീമിന് വേണ്ടിയിട്ടാണ് 1985 മുതൽ രഞ്ജിത്ത് കാൻവിൽക്കർ കളിക്കുന്നത്. തന്റെ കരിയർ കർണാടക ക്രിക്കറ്റ് ടീമിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം തന്റെ കാമുകിയായിട്ടുള്ള യുവതിയെ കാണുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലേക്ക് യാത്ര തിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം യാത്ര തിരിച്ച് ഐലൻഡ് എക്സ്പ്രസ്സിൽ ബാംഗ്ലൂരിൽ നിന്നും യാത്ര തിരിച്ച അദ്ദേഹം നമ്മുടെ കൊല്ലം ജില്ലയിലെ പെരുമൺ പാലത്തിൽ വെച്ച് ഈ ട്രെയിൻ അപകടം ഉണ്ടാകുമ്പോൾ ഈ ട്രെയിൻ അപകടത്തിൽ മരണപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഇദ്ദേഹത്തിന്റെ ഒരു ക്രിക്കറ്റ് കരിയർ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 40ഓളം മത്സരങ്ങളാണ് അദ്ദേഹം തന്റെ ഫസ്റ്റ് ക്ലാസ് കരിയറിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ 1637 റൺസും അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ തന്നെ 3 സെഞ്ചുറികളും 8 അർദ്ധ സെഞ്ചുറികളും അദ്ദേഹം നേടിയിരുന്നു. ഇത് കൂടാണ്ട് തന്നെ ഒരു ഓൾറൗണ്ടർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം 41 വിക്കറ്റുകളും തന്റെ ഫസ്റ്റ് ക്ലാസ് കരിയറിൽ നേടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കരിയറിന്റെ ഒരു പീക്കിൽ നിൽക്കുന്ന ടൈമിലാണ് അദ്ദേഹത്തിന് ഈ ഒരു അപകടം വരുന്നതും ഇങ്ങനെ ഒരു മരണം അദ്ദേഹത്തെ തേടിയെത്തുന്നതും. ഒരുപക്ഷെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ രഞ്ജിത്ത് കാൻവിൽക്കർ അങ്ങനെ ഒരു അപകടത്തിൽ പെട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചു നാളും കൂടി അദ്ദേഹത്തിന്റെ കരിയർ മുന്നോട്ട് പോയിരുന്നെങ്കിൽ, നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് പോലും കളിക്കേണ്ട ഒരു പ്ലെയർ ആയിരുന്നു. കാരണം അക്കാലത്ത് അതുപോലൊരു ഓൾറൗണ്ട് പ്രകടനമൊക്കെ കാഴ്ചവെക്കുന്നവര് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ടീമിലേക്കൊക്കെ എത്തിയിരുന്ന സമയം കൂടിയായിരുന്നു. എന്നിരുന്നാലും പെരുമൺ ദുരന്തത്തിന്റെ മറ്റൊരു ദുരന്തമുഖം കൂടിയാണ് ഈ രഞ്ജിത്ത് കാൻവിൽക്കറിന്റെ മരണം. കാരണം 105 പേരാണ് അന്ന് അപകടത്തിൽ മരിച്ചത്. ഇന്നും അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ആർക്കും കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നില്ല. പല കാരണങ്ങളാണ് പറഞ്ഞത്. ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായി, അതുപോലെ തന്നെ പാളം തെറ്റിയതാണ്, അല്ലെങ്കിൽ ഓവർ സ്പീഡാണ്, അങ്ങനെ പല കാരണങ്ങളാണ് ഈ അപകടത്തെ പറ്റി പറയുന്നതെങ്കിലും ഇന്നും ഈ നിമിഷം വരെയും ഈ അപകടത്തിന്റെ കൃത്യമായിട്ടുള്ള കാരണം എന്താണെന്ന് ആർക്കും കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നില്ല. എന്നാൽ ആ നാട്ടിലെ ആൾക്കാരുടെയൊക്കെ രക്ഷാപ്രവർത്തനവും മറ്റുള്ള ഫയർഫോഴ്സും അങ്ങനെയുള്ള സേനകളുടെയൊക്കെ സംയോജിതമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് ഒരുപാട് ജീവനുകൾ രക്ഷിക്കാൻ വേണ്ടിയിട്ടും സാധിച്ചിരുന്നു. എന്നിരുന്നാലും രഞ്ജിത്ത് കാൻവിൽക്കറിന്റെ ഈ ഒരു സ്റ്റോറി നമ്മൾ ക്രിക്കറ്റ് പ്രേമികൾക്കൊക്കെ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. എന്തായാലും ഇതാണ് നമ്മുടെ കർണാടകയ്ക്ക് വേണ്ടിയിട്ട് രഞ്ജി ട്രോഫി കളിച്ചിരുന്ന രഞ്ജിത്ത് കാൻവിൽക്കർ എന്ന് പറയുന്ന പ്ലെയറുടെ ഒരു സ്റ്റോറി. അപ്പം ഇതുപോലുള്ള മറ്റുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.